എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹൗ ടു കംപ്രസ് PDF ഫയലുകൾ എങ്ങനെ കംപ്രസ് ചെയ്യാമെന്നാണ്. അതായത് നമുക്ക് ചില വെബ്സൈറ്റുകളിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് PDF അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. ചിലപ്പോൾ അത് സൈസ് കൂടുതലായിരിക്കും നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്കതിൻ്റെ സൈസ് KB ഇപ്പോൾ 150 KB ആണെങ്കിൽ ചിലപ്പോൾ ചില അപ്ലോഡ് ചെയ്യുമ്പോൾ 50 KB പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് കംപ്രസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ലവ് PDF എന്നുള്ള ഒരു സൈറ്റാണ്. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഐ ലവ് PDF എന്നുള്ള ഒരു വെബ്സൈറ്റ് പോവുക. ഗൂഗിളിൽ ഐ ലവ് PDF എന്ന് അടിച്ചാൽ മതി. അപ്പോൾ കാണുന്ന ഒരു വെബ്സൈറ്റാണിത്. ഐ ലവ് PDFൻ്റെ ഹോം പേജാണ്. ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എങ്ങനെ PDF ഫയല് കംപ്രസ് ചെയ്യാമെന്നാണ്. അതായത് അതിൻ്റെ സൈസ് കുറയ്ക്കാം. മെയിൻലി നമ്മൾ എവിടെയെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, നമുക്കതിൽ കംപ്രസ് PDF എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സെലക്ട് PDF എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതായത് ഏത് ഫയലാണോ PDF ഫയലാണോ നമുക്ക് കംപ്രസ് ചെയ്യേണ്ട ആ ഒരു ഫയൽ ഇവിടെ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് കിടക്കണമെങ്കിൽ ലൊക്കേഷൻ. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ബഡ്ഡി PDF 150 KB ഉള്ള ഒരു ഫയലാണ് ഞാൻ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണേ. അത് സെലക്ട് ചെയ്യാണ്. തന്നെ അത് അപ്ലോഡായി. ഇനി നമുക്കിവിടെ അത് കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ 150 KB ഉള്ളൊരു ഫയലാണ് ഞാൻ കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കണേ. നമുക്ക് 3 തരത്തിൽ കംപ്രസ് ചെയ്യാം. വേണമെങ്കിൽ എക്സ്ട്രീം കംപ്രഷൻ ഉണ്ട്, നന്നായി സൈസ് കുറയ്ക്കാം, അപ്പോൾ ക്വാളിറ്റി കുറയും. ടെക്സ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ച് ക്വാളിറ്റി കുറയും. പിന്നെ റെക്കമെൻഡഡ് കംപ്രഷൻ ഉണ്ട്, അതായത് ഒരു ആവറേജ് മീഡിയം സൈസ്, ഗുഡ് ക്വാളിറ്റിയും ഗുഡ് കംപ്രഷനാണ്. പിന്നെ ലെസ് കംപ്രഷൻ, വളരെ കുറച്ച് കംപ്രസ് ആവുള്ളൂ. ഒരു 150 KB എന്നുള്ളത് ഒരു 100 KBയിലേക്കൊക്കെ കുറയുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് കംപ്രഷൻ എന്ന് പറഞ്ഞൊരു ആവറേജ് 150 KB ഉള്ള തന്നെ ഒരു 50-55 KBയിലേക്കൊക്കെയാണ് കുറയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇതാണ് സെലക്ട് ചെയ്ത് കിടക്കണേ, നമ്മളൊന്നും ചെയ്യേണ്ട. ഇത് തന്നെ ക്ലിക്ക് ചെയ്ത് കിടക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസ് PDF എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കംപ്രഷൻ ആവണത് ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ എഴുതിക്കണ കണ്ടാൽ മനസ്സിലാവും 60% കംപ്രസ്ഡായി. അതായത് 139 KB ഉള്ളത് 57 KB ആയി മാറി. ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയി ഉണ്ടാവും. ഇനി വേണമെങ്കിൽ നമുക്കൊന്നും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് കംപ്രസ്ഡ് ഫയൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കാണാം. അപ്പോൾ ഡൗൺലോഡ്സിൽ നമുക്ക് പോയി നോക്കാം. ഡൗൺലോഡ്സിൽ പോയാൽ കാണാം. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ഫയല്. 139 KB ആണ് ഉണ്ടായിരുന്നത്. ഇത് കംപ്രസ് ഫയൽ ഡൗൺലോഡ് ചെയ്തപ്പോൾ അത് 57 KBയിലേക്ക് മാറി. ഓക്കെ, ഇതാണ് ഒരു PDF ഫയല് കംപ്രസ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി. ഇത് പല ടെസ്റ്റിങ്ങിനാണെങ്കിലും കോമൺലി ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ ഡാറ്റാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക PDF-ലായിരിക്കും, അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലാണ്. PDF ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് മിക്കപ്പോഴും ചിലപ്പോൾ സൈസ് കൂടുതലാണെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എറർ കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെ കംപ്രസ് വീഡിയോ ആണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് PDF കംപ്രസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാവിധ വീഡിയോസും നമുക്ക് സ്ഥിരമായി കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.